ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ നാശവും ആര്യന്മാരുടെ വരവും നമ്മൾ പ്രതിപാദിക്കുന്നത് ഹിസ്റ്ററിയിലെ ഒരു വേദിക് കൾച്ചർ കാലഘട്ടത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ശരിക്കും ഇന്ത്യയിൽ 1500 BC മുതൽ വേദിക് കൾച്ചർ സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ആര്യന്മാർ കുറേശ്ശെയായിട്ട് ഇങ്ങോട്ടെത്തുന്നു. സപ്ത സിന്ധാവ അഥവാ 7 മഹാനദികളുണ്ടായിരുന്ന ഫലപുഷ്ടിയുള്ള പ്രദേശം തേടിയിട്ട് ആര്യന്മാരിങ്ങോട്ട് എത്തുകയും അവരുടെ സംസ്കാരം നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ തെക്കോട്ട് കേന്ദ്രീകരിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 1500 BC മുതൽ 600 BC വരെ ഏകദേശം നമ്മൾ ഈ മഹാജനപഥങ്ങളുടെ കാലഘട്ടം ശരിക്കും വേദിക് കൾച്ചറായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ആര്യന്മാരുടെ വരവ് എന്നാണ് നമ്മൾ ഈ സമയത്തെക്കുറിച്ച് പറയുന്നത്. അവർ ആര്യ എന്ന് പറയുന്ന ലാംഗ്വേജ്, അതായത് ഇന്നത്തെ സാൻസ്ക്രിറ്റ്, അത് ഉപയോഗിച്ചിരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ 1500 BC മുതൽ 600 BC വരെ ഇവിടെ താമസിച്ചിരുന്ന ആര്യന്മാർ പിന്നീട് 4 ഉപവിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇതിലെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടം, അതിനെയാണ് നമ്മൾ ഋഗ്വേദ കാലഘട്ടം എന്നാണ് പറയുന്നത്. ഋഗ്വേദ കാലഘട്ടം. കാരണം ഈ ആര്യന്മാരുടെ കാലഘട്ടത്തിൽ രചിച്ച 4 വേദങ്ങളാണ് ഋഗ്, യജുസ്, സാമം, അഥർവം. ഇതിലെ ഈ ഋഗ്വേദ കാലഘട്ടത്തിൽ അവർ ഒരു മനുഷ്യൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് അവൻ്റെ കയ്യിലുള്ള പശുക്കളുടെ എണ്ണമായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവർ കരുതിയിരുന്നത്. എത്ര പശു സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ് അവൻ്റെ ധനസ്ഥിതിയുടെ ലക്ഷണമായി അന്ന് കൺസിഡർ ചെയ്തിരുന്നത്. അതുപോലെ അവർ അന്ന് കാലഘട്ടത്തിൽ അഗ്നിയെയും വെള്ളത്തെയും വായുവിനെയും വൃക്ഷലതാദികളെയും എല്ലാം പൂജിച്ചിരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അവരുടെ ഏറ്റവും വലിയ ആരാധനാമൂർത്തി ഇന്ദ്രനായിരുന്നു. ദേവന്മാരുടെ ദേവൻ, രാജാവ് ഇന്ദ്രനെയായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ആരാധിച്ചതായിട്ട് കണ്ടെത്തിയത്. മറ്റുള്ള ഓരോ ദേവന്മാർ, അതായത് വരുണൻ, സോമൻ, അഗ്നി, ഇങ്ങനെയുള്ള ഉപദേവന്മാരെയും അവർ അന്നത്തെ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്നതായിട്ട് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ വേദിക് കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിൽ, അതായത് ഏകദേശം 600 BC അടുത്തപ്പോൾ അവർ ഗംഗാ യമുന തടങ്ങളിലേക്ക്, അതായത് ഗംഗയും യമുനയും ചേരുന്ന ആ ഡോബിലേക്ക് അവർ മാറി താമസിച്ചതായിട്ട്, അതായത് സപ്തസിന്ധാവയിൽ നിന്ന് ഇങ്ങോട്ട് മാറി താമസിച്ചതായിട്ട് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ലേറ്റർ വേദിക് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് സാമ്രാട്ടുകൾ, അതായത് ഈ രാജാക്കന്മാരുണ്ടാകുകയും അവർ ഓരോ ഏരിയകൾ തിരിച്ച് ഭരണം ആരംഭിക്കുകയും ചെയ്യുന്നത്. അവരുടെ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തതായി നടത്തിയിരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. റൈസും ബാർലിയും വീറ്റും എല്ലാം അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നതായിട്ടും നമുക്കിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ലേറ്റർ വേദിക് പീരീഡ് 1500 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ്. ഈ വേദിക് പീരീഡിൽ സൃഷ്ടിക്കപ്പെട്ട 4 പ്രധാന കൃതികളെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഋഗ്വേദം, യജുസ്വേദം, സാമവേദം, അഥർവവേദം. ഈ ഋഗ്വേദം തന്നെ പല സമയങ്ങളിലായിട്ടാണ് എഴുതി പൂർത്തീകരിച്ചത്. ഋഗ്വേദം ശരിക്കും 1028 മന്ത്രങ്ങളുണ്ട്. അതിന് 10 മണ്ഡലങ്ങളുണ്ട്, അതായത് 10 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളും ഓരോ കാലഘട്ടത്തിൽ 1500 മുതൽ 600 പല കാലഘട്ടത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. കാരണം ഈ ഋഗ്വേദത്തിൻ്റെ 10ാം മണ്ഡലത്തിലാണ് പുരുഷ സൂക്ത മന്ത്രം വരുന്നത്. കാരണം പുരുഷ സൂക്ത മന്ത്രം മഹാവിഷ്ണുവിനെ കുറിച്ചുള്ള മന്ത്രമാണ്. ഇന്ദ്രനെ പൂജിച്ചിരുന്ന അവർ
പിന്നീട് മഹാവിഷ്ണുവിനെ പൂജിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 10ാം മണ്ഡലത്തിലുള്ള പുരുഷസൂക്ത മന്ത്രം. അതുപോലെ ഇവരുടെ 3ാമത്തെ മണ്ഡലത്തിൽ, 3rd മണ്ഡലയിലാണ് ഗായത്രി മന്ത്രം ഉണ്ടായിരുന്നത്, സൂര്യനെ ഉപാസിച്ചിരുന്ന കാലഘട്ടം. അതുപോലെ ഇവർ രചിച്ച മറ്റൊന്നാണ് സാമവേദം. ഈ സാമവേദത്തിൽ മുഴുവൻ മെലഡീസാണ്, ധ്രുപദ രാഗത്തിലുള്ള മെലഡീസാണ് സാമവേദത്തിൽ മുഴുവനുള്ളത്. യജുസ്വേദമാണെങ്കിൽ ഈ റിച്വൽസ് അല്ല സാക്രിഫിക്കേഷൻസ് ഇതെല്ലാം എങ്ങനെ നടത്തണം എന്നുള്ളതിൻ്റെ വിശദീകരണങ്ങളാണ് യജുർവേദത്തിലുള്ളത്. ഇനി 4ാമത്തെ വേദമായ അഥർവവേദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ മുഴുവൻ ഈവിൾസ് നെ പ്രീതിപ്പെടുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ നേടിയെടുത്ത ആ ബ്ലാക്ക് മാജിക്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ രോഗങ്ങൾക്കുള്ള ചികിത്സ ആയുർവേദം എന്ന് പറയുന്നതും ഈ 4ാം വേദത്തിൻ്റെ ഒരു ഉപവിഭാഗമായിട്ട് ഉള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ബ്രാഹ്മണാസ് എന്താണ്. അതായത് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ റിലീജിയസ് മീനിങ്സ് എന്താണ്, അതിൻ്റെ റിച്വൽസ് എങ്ങനെയാണ് നടത്തേണ്ടത് മുതലായ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒന്നാണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തരം വേദത്തിനും അതിൻ്റെതായ ബ്രാഹ്മണാസ് ഉണ്ട്. ഋഗ്വേദത്തിൻ്റെ എക്സ്പ്ലനേഷൻ നൽകുന്ന ബ്രാഹ്മണാസാണ് കൗശിത്താക്കി ബ്രാഹ്മണായും അതുപോലെ ശതപാത ബ്രാഹ്മണായും. അതുപോലെ യജുർവേദത്തിന് തൈത്തിരീയ ബ്രാഹ്മണ, ശതപാത ബ്രാഹ്മണ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ബ്രാഹ്മണാസാണ്. അതുപോലെ സാമവേദത്തിൻ്റെ പഞ്ചവീഷ് ബ്രാഹ്മണ, അതുപോലെ ജിംനീയ ബ്രാഹ്മണാസ്. അഥർവവേദത്തിന് കോപാത ബ്രാഹ്മണാസ്. ഇതെല്ലാം ഇതിൻ്റെ എക്സ്പ്ലനേഷൻസാണ്. ഓരോ വേദങ്ങളുടെയും അത് ആരാധിക്കേണ്ട രീതികൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗങ്ങളെയാണ് ബ്രാഹ്മണാസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് വേദാംഗാസ്. അതായത് വേദങ്ങൾ പഠിച്ച ശേഷം അതിനെക്കുറിച്ച് എഴുതുന്ന എക്സ്പ്ലനേഷൻ, അതാണ് വേദാംഗാസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഓരോരോ കാര്യങ്ങൾക്കും പ്രത്യേകം വേദാംഗാസുണ്ട്. അതായത് പ്രൊനൗൺസിയേഷൻ എങ്ങനെ വേണം എന്ന് പറയുന്ന ആ വേദാംഗമാണ് ശിക്ഷ എന്ന് പറയുന്നത്. അതുപോലെ കൽപ്പ, റിച്വൽസ് അനുഷ്ഠിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നതാണ് കൽപ്പ. ഗ്രാമർ, അതാണ് വ്യാകരണ വേദാംഗ എന്ന് പറയുന്നത്. അതുപോലെ നികൃത, ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് ഉള്ളത്. ഛാന്ദ, മെട്രിക്സ്, അതായത് എങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണ രീതി വരേണ്ടത്. പിന്നെ ജ്യോതിഷ്, അത് അസ്ട്രോളജി എന്ന് പറയുന്ന വിഭാഗം. ഇങ്ങനെ പല വേദാംഗങ്ങൾ ഉണ്ട്. ഇത് ഈ വേദങ്ങളുടെ സബായിട്ട് നമ്മൾ പഠിക്കുന്ന ലിറ്ററേച്ചറുകൾ. അതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ അവസാനമാണ് വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാകുന്നത്. മഹാജനപദങ്ങളെന്നാണ് അവ അറിയപ്പെടുന്നുണ്ടായിരുന്നത്. ഇതിൽ കാശി, വാരാണസി ആയിരുന്നു. അങ്ക എന്ന് പറയുന്നത് ശമ്പനാഗിരി ആയിരുന്നു. വാജി വംശം വൈശാലിയിലായിരുന്നു. ചേതി വംശം സുക്തിമാതിയിലായിരുന്നു. കുരുവംശം ഹസ്തിനപുരത്തിലായിരുന്നു. മത്സ്യവംശം ഈ വിരാട് നഗറിലായിരുന്നു. അസാക ബുധന്യയിലായിരുന്നു. ഓരോ മഹാജനപദങ്ങളെന്ന് പറയുന്നത് ഓരോരോ വംശങ്ങളും അവരുടെ സാമ്രാജ്യങ്ങളും അത് ഏത് സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്നുള്ളതിന് ഉള്ള തെളിവുകളാണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം.